തൈറോയിഡിന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മരുന്നെടുത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വരാനുള്ള സാധ്യത. ഈ തൈറോയിഡ് ടാബ്ലറ്റ് പോലത്തെ ബോട്ടിലിന്റെ ഗുളികകളിൽ നിങ്ങൾ ഇതുപോലത്തെ ഒരു സിലിക്ക ജെല്ല് കണ്ടിട്ടായിരിക്കാം. ഈ സിലിക്ക ജെല്ലിന് നിങ്ങൾ എടുക്കുന്ന ഗുളികയുടെ അതേ പ്രാധാന്യം ഉണ്ട് എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് നിങ്ങളുടെ മരുന്നിന്റെ പൊട്ടൻസി, മരുന്നിന്റെ എഫക്ട് വരെയാണ് അതിനെ ബാധിക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യാം. ഒന്നാമതായിട്ട് ഈ മരുന്നിന്റെ പുറത്ത് നിങ്ങൾ കാണുന്നതായിരിക്കും വിച്ച് ഈസ് അൺകോട്ടഡ്, ഐ മീൻ പ്രത്യേകിച്ച് കോട്ടിങ്ങോ ഒന്നും ഇല്ലാത്ത ഗുളികളായിരിക്കും സാധാരണ ഇത്തരം കുട്ടി മരുന്നിന്റെ ഉള്ളിൽ ഉണ്ടാകാറുള്ളത്. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് ഡിസോൾവ് ആകാൻ പുറമെ എന്തെങ്കിലും അറ്റ്മോസ്ഫിയർ ചുറ്റുഭാഗങ്ങളിൽ നമ്മുടെ എയറിൽ വെള്ളത്തിന്റെ മോയ്സ്ചർ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അബ്സോർബ് ചെയ്തിട്ട് ഡിസോൾവ് ആകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡിസോൾവ് ആയി കഴിഞ്ഞപ്പെട്ടത് പ്രത്യേകിച്ച് മരുന്നിന് ഉപയോഗപ്പെട്ടില്ല. ഡിസോൾവ് ആകുന്ന സമയത്ത് അടുത്തൊരു പ്രോബ്ലമാണ് വെള്ളത്തിന്റെ അംശം നമ്മുടെ ഏതെങ്കിലും ടാബ്ലറ്റ്സിൽ എത്തിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അവിടെ ബാക്ടീരിയലോ ഫംഗലോ ഗ്രോത്ത് ഉണ്ടാവും. അതായത് തൈറോയിഡിന്റെ അസുഖം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ മരുന്നെടുത്ത് കഴിഞ്ഞാൽ ഭാവിയിൽ നിങ്ങൾക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ വരാനുള്ള സാധ്യതയുണ്ട്. സോ മരുന്നുകൾ മറ്റുള്ള അസുഖത്തെ വിളിച്ചു വരുന്ന പോലെ ആക്കണം. രണ്ട്, ഇതിന്റെ പൊട്ടൻസിയാണ്. അതായത് ഇത് ഒരുപാട് കാലത്തോട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. സാധാരണ ടാബ്ലറ്റ്സ് ഇപ്പൊ തൈറോയിഡിന്റെ വീഡിയോയിൽ തന്നെ നമ്മുടെ യൂട്യൂബിൽ പറയുന്നുണ്ട് ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ഡ്രൈ ആയിട്ടുള്ള മോയ്സ്ചർ ഇല്ലാത്ത ടെമ്പറേച്ചർ എത്താത്ത പിന്നെ ലൈറ്റ് കിടക്കാത്ത ഭാഗത്തേക്ക് എടുത്തു വെക്കണം എന്ന് പറയുന്നത്. സോ ഇത് ഡ്രൈ ആയിട്ട് എടുത്തു വെക്കണം, ഇല്ലെങ്കിൽ ഇതിന്റെ കളർ മാറാൻ സാധ്യതയുണ്ട്. അത് ഡ്യൂറേഷൻ കുറയും, ഇതിന് പൊട്ടൻസി കുറയാൻ ചാൻസ് കൂടുതൽ.